മൂന്നാറിലെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൗത്യവുമായി വനംവകുപ്പ്. മൂന്നാർ മേഖലയിൽ സ്ഥിരമായി എത്തുന്ന കാട്ടാനകളെ കൂടാതെ കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. പ്രിൻസ് ചേരുകയാണ്. പ്രിൻസ്, കഴിഞ്ഞ പടയപ്പയൊക്കെ ഇപ്പോൾ സ്ഥിരമായി എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടിലേക്ക്. കുങ്കിയാനകളെ അടക്കം ഉപദ്രവിക്കുന്ന പശ്ചാത്തലമൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയ നടപടികൾ? ഇത് പടയപ്പ മൂന്നാർ മേഖലയിലെ സ്ഥിരം സാന്നിധ്യമാണ്. മൂന്നാറിൽ അല്ലെങ്കിൽ മറയൂർ, ദേവികുളം ഭാഗത്തെ ജനവാസ മേഖലയിൽ എല്ലാ ദിവസവും തന്നെ പടയപ്പ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ ഒന്നോ രണ്ടോ ആനകളൊക്കെ മൂന്നാറിനോടും ചിന്നക്കനാലിലും സമീപ മേഖലകളിലൊക്കെ എത്തുന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഏതാനും നാളുകളായി കൂടുതൽ ആനകൾ കൂട്ടത്തോടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും ടൗണിനോട് ചേർന്നുള്ള തോട്ടം മേഖലയിലൊക്കെ ആനകൾ എത്തുന്നു. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാറിന് സമീപം വലിയ ഒരു ആനകൾ അടങ്ങുന്ന ഒരു കൂട്ടം എത്തിയിരുന്നു. ഇവ തോട്ടം മേഖലയിലേക്ക് ഇറങ്ങി. തുടർന്നാണ് ഇത്തരത്തിൽ RRT സംഘം, പെട്ടിമുടി RRT സംഘം 20 പേരടങ്ങുന്ന RRT സംഘം കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയത്. ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണമാണ് നടത്തുന്നത്. ജനവാസ മേഖലയിലേക്ക് ഇവ ഇറങ്ങാതെ ഇവയെ പടക്കം പൊട്ടിച്ചൊക്കെ തുരത്താനാണ് ശ്രമിക്കുന്നത്. പ്രധാനമായും ഈ കാട്ടാനകളെ ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലേക്ക് കടത്താനാണ് ശ്രമിക്കുന്നത്. ഇവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തുടർന്ന് ഇവയെ കാട്ടിലേക്ക് കയറ്റി വിടുന്നുള്ള ശ്രമമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും ഈ പഴയ മൂന്നാറിലൊക്കെ എത്തിയതിനോടൊപ്പം തന്നെ പെട്ടിപ്പടി ഭാഗത്തും കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപത്ത് 2 ആനകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പതിവായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ ഒരു പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. കൂടുതൽ ആനകൾ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിലേക്ക് ഭാഗത്തുനിന്ന് ഉണ്ടായി തുടങ്ങിയത്. അതുകൊണ്ടാണ് വനം വകുപ്പ് കൃത്യമായ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നിലവിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ നിരീക്ഷണം തുടരുകയും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ തടയുന്നതിനായി ശ്രമങ്ങൾ തുടരുകയും ചെയ്യും. പ്രത്യേകിച്ചും ആനമുടിച്ചോല ദേശീയ ഉദ്യാനത്തിലേക്ക് ഇവയെ കടത്തിവിടാൻ ശ്രമിക്കും. പ്രധാനമായും പെട്ടിമുടി മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 6 കാട്ടാനകൾ അടങ്ങുന്ന കൂട്ടത്തെ വനമേഖലയിലേക്ക് കടത്തിവിടാനാണ് ശ്രമിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റു മേഖലകളിലും കാട്ടാനകൾ പതിവായി എത്തുന്നത്. ഇതോടൊപ്പം ചിന്നക്കനാൽ മേഖലയിലും ജനവാസ മേഖലയിലേക്ക് ഒറ്റയാന്മാരല്ലാത്ത കൂടുതൽ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ മേഖലയിലൊക്കെ കാട്ടാനകളുടെ വലിയ ശല്യം ഉണ്ടാകാറുണ്ട്. ഇവിടെ തുരത്താൻ പ്രത്യേക ദൗത്യമാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പടയപ്പയൊക്കെ സ്ഥിരം കാഴ്ചകളാണ് ഈ മേഖലയിൽ. കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് പുതിയ ദൗത്യങ്ങളുമായി വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നാണ്